ഇത് തെറ്റായിട്ടുള്ള ഒരു കീഴ്വഴക്കമാണ്, ശരിയല്ല. ഇതിന്റെ പിന്നിലൊരു അജണ്ടയുണ്ട്. ആ അജണ്ടയാണ് മാധവിടെ ചർച്ച ചെയ്യേണ്ടത്. ആ അജണ്ട എന്താ? ക്ഷേത്രങ്ങളെ സർക്കാർ പിടിച്ചടക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ നീക്കമാണ് ഇതിലൂടെ. ശ്രീ ആർ വി ബാബു, സർക്കാരിന്റെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള നീക്കം ദുരുദ്ദേശപരമാണ് എന്നുള്ളതായിരുന്നല്ലോ ഹിന്ദു ഐക്യവേദിയുടെ നിലപാട്. അതിൽ മാറ്റമുണ്ടോ? ഒരു മാറ്റമില്ല. സർക്കാരിന്റെ ഈ നിലപാട് ദുരുദ്ദേശപരമാണ്, ആത്മാർത്ഥതയില്ലാത്തതാണ്, വഞ്ചനാത്മകമാണ്. അതിന്റെ കാരണം ചില ചോദ്യങ്ങൾ ഞങ്ങൾ നേരത്തെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ സർക്കാരിൻ്റെ നിലപാടും സർക്കാരിൻ്റെ ശബരിമല ക്ഷേത്രത്തോടുള്ള ആത്മാർത്ഥതയും ഒക്കെ സംശയിക്കുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളാണ്. ഇപ്പോൾ അതിന് ഇപ്പോൾ ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള കാര്യം, നമ്മൾ സർക്കാരിൻ്റെ ചുമതലയിൽപ്പെട്ടതാണോ അയ്യപ്പന്മാരെ വിളിച്ചു ചേർക്കുക എന്നുള്ളത്? മന്ത്രി വാസവനാണ് അയ്യപ്പ സംഗമം നടത്തുന്നതിനെ കുറിച്ച് അനൗൺസ് ചെയ്തത്. അയ്യപ്പ സംഗമം നടത്താനുള്ള ആ ഒരു തീരുമാനം സർക്കാർ പ്രഖ്യാപിക്കുന്നത്, ഒരു മന്ത്രി പ്രഖ്യാപിക്കുന്നത് എത്രമാത്രം നമുക്ക് യുക്തിസഹമാണ്? കാരണം ഒരു മതേതര സർക്കാരാണ്. ഒരു മതേതര സർക്കാരിൻ്റെ പെർവ്യൂവിൽ വരുന്നതാണോ ഇത്തരത്തിലുള്ള ഒരു അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുക എന്നുള്ളത്? ഇതൊരു കാര്യം. രണ്ട്, അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളൊരു പ്രധാന കാര്യം, ഇത് അവർ പറഞ്ഞിട്ടുള്ളത് ശബരിമലയുടെ വികസന പദ്ധതികൾ ചർച്ച ചെയ്യാനും അയ്യപ്പന്മാരെ കൂടുതലായിട്ട് അതിൽ പങ്കാളികളാക്കാനും ഒക്കെ വേണ്ടിയുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത്, സ്പോൺസർഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ്. 2006 മുതൽ നമ്മുടെ കേരളത്തിൽ ശ്രീ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള മാസ്റ്റർ പ്ലാൻ ഉണ്ട്. 2007 അതിന് ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തു. 2007 മുതൽ 2025 വരെയുള്ള മാസ്റ്റർ പ്ലാന്റെ പദ്ധതി എവിടെ വരെ എത്തി? അതിനെക്കുറിച്ച് ഒരു ധവളപത്രം ഇറക്കാൻ ഈ സർക്കാർ തയ്യാറുണ്ടോ? മാസ്റ്റർ പ്ലാന്റെ പേരിൽ സർക്കാർ ഓരോ വർഷവും അനുവദിക്കുന്ന പണം അത് മുഴുവൻ ലാപ്സായി പോവുകയാണ് ചെയ്യുക. ഇപ്പോൾ കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ 220 കോടി രൂപ ഞങ്ങൾ കൊടുത്തു എന്ന് പിണറായി വിജയൻ കഴിഞ്ഞ വർഷം പറയുകയുണ്ടായി. 220 കോടി രൂപ കൊടുത്തതിനെ സംബന്ധിച്ചുള്ള RTI റെവല്യൂഷൻ വന്നു. RTI അനുസരിച്ച് ഒരു ഗോവിന്ദൻ നമ്പൂതിരി എന്ന് പറയുന്നയാൾ, അദ്ദേഹം RTI അനുസരിച്ച് എടുത്ത സമയത്ത് 220 കോടി രൂപ കൊടുത്തു 7 വർഷം കൊണ്ട് എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്തു, പക്ഷേ അതിനകത്ത് വെറും 80 കോടി രൂപയാണ് ചെലവാക്കിയത്. ബാക്കി 140 കോടി രൂപ ലാപ്സായി പോയി. ഇനി കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുണ്ട്, സ്വപ്ന ദർശൻ പദ്ധതി എന്ന് പറഞ്ഞിട്ട്. ആ പദ്ധതി അനുസരിച്ച് 100 കോടി രൂപ അനുവദിച്ചു. 2015 അനുവദിച്ചതാ. 80 കോടി രൂപയും ലാപ്സായി. അതും RTI അനുസരിച്ച് കിട്ടിയ വിവരമാണ്. ഇതെല്ലാം രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ മാസ്റ്റർ പ്ലാൻ എവിടെ എത്തി? മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹൈപ്പവർ കമ്മിറ്റി ഉണ്ട്. ജസ്റ്റിസ് സിരിജകൻ ചെയർമാൻ ആയിട്ടുള്ള ഒരു ഹൈപ്പവർ കമ്മിറ്റിയാണ്. ആ മാസ്റ്റർ പ്ലാൻ ഇപ്പോ അങ്ങ് ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, ശ്രീ ആർ വി ബാബു അങ്ങ് ചോദിച്ചൊരു ചോദ്യം, സർക്കാരിന്റെ ചുമതലയിൽപ്പെട്ടതാണോ ഇതൊരു മതേതര സർക്കാരല്ലേ എന്നുള്ളത്. ഇപ്പോ ഒരു സർക്കാരിൽ ഒരു ദേവസ്വം വകുപ്പ് മന്ത്രിയുണ്ട്. ആ ദേവസ്വം വകുപ്പ് മന്ത്രിയാണല്ലോ ഇത് പ്രഖ്യാപിക്കുന്നത്. അതിന് കീഴിലൊരു ദേവസ്വം ബോർഡുണ്ട്. ആ ദേവസ്വം ബോർഡിനാണ് ഇതിന്റെ ആസൂത്രണ ചുമതല അടക്കം. സംസ്ഥാനത്തെ ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട്. അത് ബോർഡാണ് അതിന്റെ മുന്നോട്ടുള്ള പോക്കും അതിന്റെ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുന്നത്. എന്നിരുന്നാൽ ബോർഡിന് ഇത്തരത്തിലൊരു ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊരു ആഘോഷ പരിപാടി, ആ ക്ഷേത്രത്തിന്റെ മുന്നോട്ട് പോക്കിനും ആ തീർത്ഥാടന പാരമ്പര്യം നാട് മുഴുവനും കൊട്ടിഘോഷിക്കാനുള്ള, പ്രചാരണം നൽകാനുള്ള തരത്തിലുള്ള പരിപാടികളും ആവിഷ്കരിക്കാനും നടപ്പിലാക്കാനും കഴിയില്ലേ? അതിന് ഈ സർക്കാരിൽ ഇങ്ങനെ ഒരു ബോർഡും അതിനൊരു വകുപ്പും അതിനൊരു മന്ത്രിയും ഉള്ളപ്പോൾ അത് മതേതരത്തിന് വിരുദ്ധമാണ് എന്ന് ഹിന്ദു ഐക്യവേദി പറയുന്നത് എങ്ങനെയാണ്? അല്ല, ഇവിടെ സർക്കാർ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ വിളിക്കുന്നു. ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട്, വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചർച്ച ചെയ്യുന്നു. ഒരു തെറ്റുമില്ല. ഇവിടെ സർക്കാർ ചെയ്യുന്നത് വിശ്വാസികളായിട്ട് അയ്യപ്പന്മാരെയാണ് വിളിക്കുന്നത്. അയ്യപ്പന്മാരെ വിളിച്ചു കൂട്ടുന്നു. ഞാൻ ചോദിക്കുന്നത്, വഖഫ് ബോർഡുണ്ട്, വഖഫ് ബോർഡിന് മന്ത്രിയുണ്ട്. മുസ്ലിം വിശ്വാസികൾ ഇതുപോലെ വിളിച്ചു കൂട്ടുമോ? വിളിച്ചു കൂട്ടാൻ പറ്റുമോ? ക്രിസ്ത്യൻ വിശ്വാസികൾ ഇതുപോലെ വിളിച്ചു കൂട്ടാൻ പറ്റുമോ? ചെയ്യാമോ? അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് ദേവസ്വം ബോർഡ് വിളിച്ചു കൂട്ടട്ടെ. ദേവസ്വം ബോർഡിന് അധികാരമുണ്ട്, ദേവസ്വം ബോർഡ് ചെയ്യേണ്ടതുമാണ്. യാതൊരു തെറ്റുമില്ല. പക്ഷെ സർക്കാർ ദേവസ്വം മന്ത്രി തന്നെ പ്രഖ്യാപിക്കുന്നു. ഇത് തെറ്റായിട്ടുള്ള ഒരു കീഴ്വഴക്കമാണ്, ശരിയല്ല. ഇതിന്റെ പിന്നിലൊരു അജണ്ടയുണ്ട്. ആ അജണ്ടയാണ് മാധവിടെ ചർച്ച ചെയ്യേണ്ടത്. ആ അജണ്ട എന്താ? ക്ഷേത്രങ്ങളെ സർക്കാർ പിടിച്ചടക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ നീക്കമാണ് ഇതിലൂടെ. ക്ഷേത്രങ്ങളിൽ നിന്നും ഭക്തരെ ഒഴിവാക്കുന്നു, ഭക്തജന സംഘടനകളെ ഒഴിവാക്കുന്നു. ഇപ്പോൾ ശബരിമല തന്നെ നോക്കൂ. ശബരിമല സന്നിധാനത്ത് നിന്ന് എല്ലാ ഭക്തജന സംഘടനകളും ഒഴിവാക്കിയില്ലേ?
അവിടെ കൃത്യമായിട്ട് അന്നദാന കൊടുത്തുകൊണ്ടിരുന്ന സംഘടനകൾ, ഏതെങ്കിലും സംഘടനയ്ക്ക് അവിടെ അന്നദാനം കൊടുക്കാനുള്ള സൗകര്യമുണ്ടോ? അതിനുള്ള അനുവാദമുണ്ടോ? സകല സംഘടനകളെയും ക്ഷേത്രങ്ങളിൽ നിന്ന് പുറത്താക്കുകയല്ലേ? ഭക്തജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ? ഭക്തജന സംഘടനകളെ വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ? ദേവസ്വം ബോർഡ് മാത്രമല്ല, ദേവസ്വം ബോർഡിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഓരോ ക്ഷേത്രങ്ങളിലും പാർട്ടി അണികളെ കുത്തിത്തിരികുന്നു. കമ്മിറ്റികൾ പാർട്ടി ഇപ്പൊ തന്നെ നമുക്കറിയാം. ഈ അന്നദാനമടക്കം ശബരിമലയിലെ കാര്യങ്ങളിൽ ബോർഡ് അല്ലാതെ മറ്റാരും ഇടപെടേണ്ടതില്ല എന്ന തീരുമാനം സർക്കാരിൻ്റെതല്ല. അത് സർക്കാർ ആ നിലപാട് കോടതിയിൽ സ്വീകരിച്ചത് ശരിയാണ്, കോടതി അത് അംഗീകരിച്ചതാണ്. അന്നദാനമടക്കം എന്തിന് പുണ്യം പൂങ്കാവനം പോലും വേണ്ടതില്ല, അത് ദേവസ്വം ബോർഡ് നടപ്പിലാക്കിയാൽ മതി എന്ന തീരുമാനം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വരികയും ചെയ്തതാണ്.